ഗൈസ്, ഇന്ന് ഷമ്മുവിന്റെ അവിടെ നോമ്പ് തുറയാണ്. അപ്പൊ അതിന് പോകാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ്. എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അപ്പൊ ഡ്രസ്സിന്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ലിങ്ക് എന്ന് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കിട്ടിയതിന്റെ സന്തോഷമാണ് എനിക്ക്. പിന്നെ ഞാൻ എന്റെ ബാഗിൽ എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ പറക്കി വണ്ടി വരെ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാനും ഉമ്മച്ചിയും കൂടി ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനായിട്ടൊരു കടയിൽ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് കൊച്ചാക്ക, ഇതാണ് ഷമ്മു, ഇതാണ് ചാക്കുട്ടി അവിടെ നോമ്പ് തുറയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്ത് ഷമ്മുവിന്റെ കല്യാണമാണ്. അപ്പൊ അവിടെ നിന്ന് ചെക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഡ്രസ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇക്കായി എല്ലാവരും പണിയെടുക്കുകയാണ് ഗൈസ്. അവരെല്ലാം പണിയെടുക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ തക്കിട്ടു ഇതായിട്ട് പൊന്നിന് വയ്യ. അല്ലേ പൊന്നെ? എന്തു വെച്ചു എന്റെ പൊന്നിന്? പിന്നെ അവിടെ മാങ്ങ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ടേബിളിലെല്ലാം നല്ല സെറ്റ് ചെയ്തൊക്കെ വെച്ചു. ഇതാണ് മൂത്താപ്പ ആൻഡ് ഇതാണ് മമ്മി. അങ്ങനെ പിന്നെ ചെക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തി. പച്ച വിളിച്ച് വീഡിയോ കോളൊക്കെ വിളിച്ചാൽ നമ്മൾ പിന്നെ ടേബിളെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചു. അവരെല്ലാരും നോമ്പുറിക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ നോമ്പുറിക്കാൻ ടൈം ആയിട്ട് എല്ലാവരും നോമ്പൊക്കെ മുറിച്ചു. പിന്നെ ഇക്കാക്ക് ഒരു വാവേനെ കിട്ടി. ഇക്കായിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ട് ഇക്കയുടെ തോളിൽ കിടന്നിട്ട് ആ വാവ നല്ല ഉറക്കായി. അപ്പോഴേക്കും അവര് ഇറങ്ങാൻ ടൈമായി. അവര് യാത്രയൊക്കെ അയച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ നോമ്പ് തുറന്നിട്ട് ഒരു മാമിയെ ഒന്ന് അപ്പുറത്തോട്ടാക്കാനായിട്ട് പോയി. കൂരിട്ടാണ്. ഈ ഇരുട്ടി കൂടെയാണ് നമ്മൾ നടക്കുന്നത്. പന്നി വന്നാൽ കഥം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കമാരൊക്കെ ഫുഡ് കഴിച്ചു. പിന്നെ എന്റെ തക്കിട്ടുവിന്റെ കുറച്ച് സ്നേഹ പ്രകടനങ്ങളായിരുന്നു അവിടെ. പിന്നെ ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചേച്ചാ ബൈ ബൈ പറഞ്ഞ് നേരെ കാറിൽ കയറി നേരെ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക്. മമ്മിയെ കൊണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനും കൂടെ കയറി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സോണിയുടെ വീട്ടിൽ ചെന്ന് ഞാനും തക്കിട്ടു അടിയോടാണ്. അവളോട് ഡാൻസ് കളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ അവൾ എന്നോട് പിണങ്ങി. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് സോണിയുടെ അവിടെ നിന്ന് മാങ്ങയൊക്കെ പിച്ചി പിന്നെ അവിടെ നിന്ന് സോണിയും മിക്കക്കായും പൊക്കിയിട്ട് ഞങ്ങൾ പോവാണ് മമ്മിയെ മുത്താപ്പായൊക്കെ കൊണ്ടാക്കാനായിട്ട്. ഇതാണ് സോണിയുടെ ഉമ്മച്ചിയമ്മ. പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ നമ്മൾ നേരെ വെമ്പായത്തോട്ട് പോവാണ്. അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ച് ചിരിച്ചാണ് പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ തക്കിട്ടു വീണ്ടും പിണങ്ങിയിട്ട് തക്കിട്ടു എനിക്ക് ഇങ്ങനെ കൂടണം. then നമ്മൾ മമ്മിയുടെ വീട്ടിലെത്തി. അവിടെ കുറച്ച് അധികം നേരം നിന്നു. അവിടെ നിന്ന് ഒരു 11 കാലമായപ്പോ തന്നെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ മമ്മിയോട് ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ പമ്പിൽ എണ്ണ അടിച്ചിട്ട് ഇനി നമ്മൾ പോകുന്നത് വർക്കിലോട്ടാണ്. പിന്നെ കാർ കയറിയപ്പോൾ തക്കിട്ടു ഇങ്ങനെ ഇരിക്കണമെന്ന് മടിയിലിരിക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ വർക്കിലെത്തി. അവിടുന്ന് പിന്നെ തക്കിട്ടുവിനോട് യാത്ര പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വിഷമമായിട്ട് പോവണ്ടെന്നുള്ള ഒരു മുഖഭാവത്തിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. വർക്കലയിൽ നമ്മൾ ചാച്ച ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. സോണി ഫ്രണ്ട് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നു. ക്യാമറ ഉണ്ടായിരുന്നു. തിരിച്ചു പോണ വഴിക്ക് പാൽപ്പള്ളി എത്തി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇക്കയുടെ ചെരുപ്പ് ഞാനും ഇട്ടു. എന്റെ ചെരുപ്പ് ഇക്കായി ഇട്ടാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ അതൊക്കെ മാറ്റി നേരെ തട്ടയിടയിൽ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോഴേക്കും സമയം ഒരു 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.